നമ്മളിൽ പലരും പലതരത്തിലുള്ള ഗോളും ന്യൂ ഇയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നാൽ ഈ സെറ്റ് ചെയ്ത പല ഗോളുകളും നിങ്ങളെ ഒരു ലോങ് ടേമിൽ 2-3 മാസത്തിന് ശേഷം ഒരു കുറ്റബോധത്തിലേക്ക്, അതിലേതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് അതെന്തുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാത്തപ്പോൾ നമ്മളെ ഒരു ഗിൽറ്റിലേക്ക്, ഒരു കുറ്റബോധത്തിലേക്ക് നയിക്കുന്നതെന്നും, ഇങ്ങനെ നിങ്ങളെ കുറ്റബോധത്തിലേക്ക് നയിക്കാതെ സസ്റ്റൈനബിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗോളുകൾ സെറ്റ് ചെയ്യാൻ കഴിയുക, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിന് എന്തെങ്കിലും റോങ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾക്കിത് അനലൈസ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന ദിവസം ഇങ്ങനെ ഒരാളാണ്, ആൻഡ് ഒരു കൊല്ലത്തിന് ശേഷം, അതായിരിക്കാം നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് ഡേറ്റ്, ഞാൻ ഇന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ മാറാൻ പോവാണ്. ആൻഡ് ആ ദിവസം വരെ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ എങ്ങനെയാണോ അതല്ലാതെ ബിഹേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയും ഈ ഒരു ഇൻ്റർവെല്ലിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടുക, അതിനുശേഷം നമുക്ക് തിരിച്ച് പഴയതുപോലെ ആവാം. അങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾ ഒരു കൊല്ലത്തിന് ശേഷമോ 2 മാസത്തിന് ശേഷമോ ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഗോൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിന് കിട്ടുന്നത്. ഈ ഗോളിനനുസരിച്ച് ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം എന്നൊന്നുമല്ല. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ന വ്യക്തി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര നാളത്തേക്ക്? നിങ്ങൾ ആ ടാർഗറ്റ് എന്നാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അന്ന് വരേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊരു മെസ്സേജാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഗോൾ ഒരു ലോങ് ടേം ഗോളൊക്കെ ആണെങ്കിൽ, ഒരു കൊല്ലത്തെ ഗോളൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ കറണ്ട് സെൽഫ് എന്താണ് ചെയ്യുക? കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് പിടിച്ചു വെക്കും. ഞാൻ ഇങ്ങനെ ആവാതിരിക്കാൻ, ഈ രീതിയിലുള്ള ഒരാളാവണം, ഈ ഒരു ദിവസം വരെ എനിക്ക് ഇങ്ങനെ ചെയ്തേ കഴിയുള്ളൂ. നിങ്ങളുടെ ആ ട്രൂ സെൽഫിലേക്ക് മാറുക എന്നുള്ളത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു നിമിഷം നിങ്ങളുടെ ഒരു വീക്ക്നെസ്സിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ പെട്ടെന്ന് തന്നെ നിങ്ങളെ പഴയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനേ ചാൻസ് ഉള്ളൂ. അപ്പോഴാണ് നമ്മൾക്ക് ഈ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുക. ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എന്തൊരു മോശം ഇൻഡിവിജ്വൽ ആണ് എന്നൊക്കെ. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ വെയിറ്റ് ലോസ് ഇത്ര കിലോ കുറയ്ക്കണം എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നോ, എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ഇത്രയും വെയിറ്റ് ലൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ്ലി കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ആ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദിവസം മേ ബി ഞാൻ നന്നായി കാണണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് അന്ന് ഫുഡ് കഴിക്കണമെന്നോ, അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് നടത്തുന്നതെന്നോ. അതായത് നിങ്ങളുടെ ഫോക്കസ് വെയിറ്റ് ലോസിലൊന്നും അല്ല. ചില ആൾക്കാരുണ്ടായിരിക്കും എക്സസൈസ് ചെയ്യുന്നത് എന്താണ്, അന്ന് വൈകിട്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ. അന്ന് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എക്സർസൈസ് ചെയ്യുന്നു, ഇത് എനിക്ക് കഴിക്കണം, അതിന് വേണ്ടി ഞാൻ തൽക്കാലം ഇത്ര നേരം എക്സസൈസ് ചെയ്തു, അത് മതി, ഒരു കോമ്പൻസേഷൻ പോലെ. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി സത്യം പറഞ്ഞാൽ എന്താണ്? ആ ഒരു നല്ല ഭക്ഷണം കഴിക്കണം എന്നോ, അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യണം, ആ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കാണണം, അതാണ് നിങ്ങളുടെ ഗോൾ. അല്ലാതെ വെയിറ്റ് ലോസ് ആയിരുന്നില്ല നിങ്ങളുടെ ഗോൾ. നിങ്ങളുടെ സബ് കോൺഷ്യസിന് അറ്റ്ലീസ്റ്റ് കിട്ടിയ ഒരു മെസ്സേജ് വെയിറ്റ് ലോസ് ആയിരുന്നില്ല ആ ഒരു ദിവസം. അങ്ങനെയാണ് നിങ്ങൾ ആ ഗോൾ സെറ്റ് ചെയ്തത്. നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിലാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പൈസ സേവ് ചെയ്ത് വെക്കുന്നതാണ്, അത് സ്പെൻഡ് ചെയ്യുക എന്തോ ഒരു കാര്യത്തിന് വേണ്ടി, അതിലാണ് നിങ്ങളുടെ ഫോക്കസ്. ആ പ്രോസസ്സിലല്ല നിങ്ങളുടെ ഫോക്കസ്. ഈ ഒരു രീതിയിലുള്ള ഗോൾ സെറ്റിങ്ങിൽ നമ്മളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഏകദേശം ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഫോക്കസ് വേണ്ടേ? ഒന്നുമില്ലാതെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനിലാണ്. നിങ്ങൾ വെയിറ്റ് ലൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10 കിലോ കുറയ്ക്കുക, അതൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ ഗോൾ. നിങ്ങളൊരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആവുക, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക, എക്സസൈസിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള ഗോൾസ് ആണെങ്കിൽ ഇതിനൊരു അന്ത്യമില്ല. അതായത് നിങ്ങൾ എന്നും മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു ശീലം ഇൻകോപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹം. അതായത് നിങ്ങൾ 10 കിലോ ലൂസ് ചെയ്യാൻ വേണ്ടിയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാമോ? അതാണോ നിങ്ങളുടെ ഗോൾ? നിങ്ങളെന്നും നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുന്നതോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോ, കുറച്ച് സമയത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഗോൾസ് അത് ലോങ് ടേം വർക്ക് ചെയ്യില്ല. അതിൽ നിങ്ങൾക്ക് അക്യൂമുലേറ്റഡ് റിസൾട്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അക്യുമുലേറ്റഡ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റിസൾട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയില്ല.
നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ന ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഗോൾസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫ് സ്റ്റൈൽ ഓർ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പം നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആ റിസൾട്ട്സ് ഇല്ലേ, അത് ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ആ റിസൾട്ട് കണ്ടിട്ടായിരിക്കില്ല ഈ വർക്ക് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായി വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് അത് അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഓടിക്കളിക്കാറുണ്ടായിരുന്നു. പല രീതിയിൽ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ള കുറേ ഗെയിംസൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ആ സമയം നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയാണോ ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണോ? നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് എൻജോയ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഏതൊരു ഗോളാണെങ്കിലും ആ പ്രോസസ്സ് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ എൻഡ് റിസൾട്ട് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. അതിനത് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമല്ലേ, ഓ എന്നെ കൊണ്ട് ഇതും കഴിയുന്നില്ല, ഇനിയിപ്പം ഞാൻ അടുത്ത ഒരു 6 മാസത്തിനൊരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാൻ കുറച്ച് കൂടുതലാണല്ലേ. ആ ഒരു ടൈമിൽ നിങ്ങളൊരു പ്രത്യേക തരം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഗോൾസ് സെറ്റ് ചെയ്യാൻ നോക്കൂ. നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും. അതിൻ്റെ കൂടെയുള്ള റിസൾട്ട്സ് അത് അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ആ ബൈ പ്രോഡക്റ്റ് റിസൾട്ട്സ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് അതിനോടൊപ്പം കിട്ടും. നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയുന്നതും നിങ്ങളുടെ മേലെ കുറേ സെൽഫ് കൺട്രോൾസ് ഇമ്പോസ് ചെയ്യാന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ആ ഹാബിറ്റ്സ് അത് നിങ്ങളുടെ ഒരു ജീവിത ശൈലിയായി മാറുകയാണ്. നിങ്ങൾ കൺട്രോൾ വെക്കുമ്പോൾ ഇത് ഞാനല്ല, എന്നാലും ഞാനിപ്പോൾ എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാനിത് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ആ കളിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞതുപോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്നത് എന്തിനാണ്? കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വണ്ണം ഇത്ര കിലോ ലൂസ് ചെയ്യാൻ വേണ്ടിയോ? നിങ്ങൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നടക്കാൻ പോകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ്, ആ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് എൻജോയ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ആ പ്രോസസ്സ് നിങ്ങളുടെ മേലെ ഇമ്പോസ് ചെയ്യുന്ന ഒരു സെൽഫ് കൺട്രോൾ മാത്രമാണ്. എന്നാൽ ചില ഹാബിറ്റ്സ് ഒക്കെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തേ കഴിയുള്ളൂ അല്ലേ. നമ്മളുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അതായത് നിങ്ങൾക്ക് ഇത്ര രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറിയ സ്റ്റെപ്സിൽ നിങ്ങളുടെ ബോഡിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ മേലെ സെൽഫ് കൺട്രോൾ എന്ന രീതിയിൽ ഇമ്പോസ് ചെയ്യാതെ ചെറിയ തോതിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ഇതിനോട് അഡ്ജസ്റ്റഡ് ആകുമ്പോൾ നിങ്ങളിതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുക. ആ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗോൾസ് നിങ്ങളെ ഒരിക്കലും ഒരു കുറ്റബോധത്തിലേക്കൊന്നും കൊണ്ടുപോകില്ല. കാരണം നിങ്ങൾ ചെറിയ സ്റ്റെപ്സാണ് എടുക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഷോർട്ട് ടേം ഗോളൊന്നുമല്ല. നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു ഹെൽത്തി വ്യക്തിയാവുക, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണോ നിങ്ങളുടെ ഗോൾസ് ആ രീതിയിൽ നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഗോൾസ് സസ്റ്റൈനബിൾ ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ വെജിറ്റേറിയൻസ് ആണ്. അവർക്കിപ്പോൾ നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം എന്ന് അവർക്ക് ആഗ്രഹം തോന്നുമോ? അവർക്ക് തോന്നാറില്ല. കാരണം അവർ ബൈ ലൈഫ് സ്റ്റൈൽ വെജിറ്റേറിയനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ നമ്മൾ ഈ ഓരോ ഗോൾസും നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആക്കുമ്പോൾ നിങ്ങളതൊരു സെൽഫ് കൺട്രോൾ ആയിട്ട് തോന്നില്ല. നിങ്ങൾക്കത് നിങ്ങൾ ജീവിക്കുന്ന ഒരു രീതിയായിട്ടേ തോന്നുള്ളൂ. അത് നിങ്ങളോടൊപ്പം തന്നെ മെർജ് ചെയ്ത ഒരു ഹാബിറ്റായിട്ട്, അതായത് നിങ്ങൾ ചെയ്യുന്ന രീതി അങ്ങനെയാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴേ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ, ബെനിഫിറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ആ രീതിയിൽ ഉണ്ടാകുന്ന റിസൾട്ട്സ്, ആ അക്യുമുലേറ്റഡ് റിസൾട്ട്സിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ സെൽഫ് കൺട്രോൾ ഉപയോഗിച്ച് ചെറിയ ഗോൾസ് ഉണ്ടാക്കുന്നതിനും വളരെ കൂടുതലായിരിക്കും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.